ഇല്ല ഇല്ല ഇല്ല. പക്ഷെ അത് ഒരുപാട് പേര് ഈ ആരോപണം പറയുന്നുണ്ട്. അല്ല, അത് അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. അവരോട് ക്ഷമിക്കണമേ. സാറിനെ കുറിച്ചിട്ട് ഒരുവിധം എല്ലാം തുറന്ന പുസ്തകമാണ് ഇത്. പക്ഷെ എന്നാലും തുറക്കാത്ത ചില ഏടുകൾ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു അന്വേഷണം. ജനിച്ചാലൊരു ദിവസം മരിക്കണമല്ലോ. എനിക്ക് 70 വയസ്സ് കഴിഞ്ഞാൽ എന്നെ ഒരു ടെർമിനൽ ഡിസീസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചികിത്സ വേണ്ട എന്ന് ഞാനിപ്പോഴേ പറയുന്നു. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ലിവിങ് വില്ല്. ഡിസ്ലെക്സിയ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞത് തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ആ വാക്ക് കേട്ടിട്ടില്ല. എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം തോന്നിയിട്ടില്ല. കാരണം ഞാൻ എന്നെ ഇന്നിവിടെ കാണാം, നാളെ ഞാൻ എന്നെ വേറെ രാജ്യത്ത് കാണാം, മറ്റന്നാൾ വേറെ രാജ്യത്ത് കാണാം, അങ്ങനെ ഓടി നടന്ന് പറന്ന് നടന്ന് ലോകം വെട്ടിപ്പിടിക്കാൻ ഞാനില്ലാന്ന്. പുള്ളി കേസ് കൊടുത്തത് എനിക്ക് മരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ മരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്ന് മനസ്സിലായി. അതിന് പകരം എനിക്ക് മരുന്നുകൾ നിരസിക്കാനുള്ള അനുവാദം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്തു. ദൈവം ശിക്ഷിക്കില്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോവാതെ വരുമോ, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഞാനൊരു തെരുവുവെട്ടിയായിട്ട് ജനിക്കുമോ എന്നൊക്കെയുള്ള പേടിയുള്ളവരുണ്ടെന്നേ. എന്തുകൊണ്ട് വീഗാർഡ് ഇത്രയ്ക്ക് പോപ്പുലറായി, അല്ലെങ്കിൽ വീഗാർഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വീഗാർഡ് ഫാമിലി എത്ര പോപ്പുലറായി എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം 10ാമത്തെ കൽപ്പന എല്ലാവർക്കും എല്ലായ്പ്പോഴും ആവശ്യമുള്ളതാണ്. നമ്മള് അതൊരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് ആണ്. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടു. കാരണം പറഞ്ഞ് പല പുതിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു.